പാട്ടുകടലാസിലെയും ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഈ ഗാനം ആലപിക്കുമ്പോൾ ഈ ബോധ്യത്തോടെയാണ് നമ്മൾ ആലപിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. മറിയത്തോട് മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും. മാതാവ് ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവാകുന്ന ആ വ്യക്തിയിലൂടെയാണ്. അങ്ങനെ ആ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ദൈവപുത്രൻ, ആ ദൈവപുത്രനെ പ്രസവിച്ചു. ഈ ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ്. മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭം ധരിച്ചു. അതിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നും ദൈവമാണെന്നും ദൈവപുത്രനെ ഉരുവാക്കുന്ന, വചനം മാംസമാക്കുന്ന ആ വ്യക്തി, ആ വ്യക്തിത്വത്തെ നമ്മൾ ആഴമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും എന്നിൽ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവേ, എന്നേക്കുമായി എൻ്റെ ആത്മാവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവേ, കരുണ കടലായ കർത്താവിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുക്കുന്ന പരിശുദ്ധാത്മാവേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിന് അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ കരുണ ഞങ്ങളിൽ ചൊരിയുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ ഒഴുക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ ജീവജലത്തിൻ
കവിഞ്ഞൊഴുകണമേ. കത്തിപ്പടരണമേ ആത്മാവേ. ദാഹത്തോടെ ദാഹത്തോടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവമകൻ ഞാൻ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, വാഴും ആത്മാവേ, നിറയണമേ. അരുവിയായി നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പാടിയാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി നമ്മൾ ഗാനം ശ്രവിക്കുക മാത്രമല്ല, അതിനെ തുറന്ന് ഈ വരികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവാഹമുണ്ടാകാൻ പോവുകയാണെന്ന്, കരുണയുടെ ആ വലിയ അനുഭവം നമ്മൾ ഇന്ന് അനുഭവിക്കാൻ പോവുകയാണ്. മനുഷ്യനും ഒന്നായി നിമിഷം എല്ലാവരും ഞാൻ ദൈവസുതനായി, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, എന്നിൽ തന്നെ. അവനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. എന്നിൽ നിറയണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, കർത്താവേ. കൈയടിച്ച് പാടാം. കർത്താവേ, ശബ്ദമുയർത്തി. നിറയണമേ, എന്നിൽ നിറയണമേ. ജീവിതത്തിൻ അരുവിയായി നിറഞ്ഞ് ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും നൽകുന്നു എന്നതാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നത് ഭാഗികമായിട്ടല്ല. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മിലേക്ക് ദൈവം നിറഞ്ഞു വന്നിരിക്കുന്നത് ഭാഗികമായിട്ടല്ല, അവൻ്റെ പൂർണ്ണത മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ 16-17 വചനങ്ങളിൽ പറയുന്നത്. അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പ്രധാനമായി ഒരു നിമിഷമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് വൈദികൻ ഈശോയെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും ഉച്ചത്തിൽ പറഞ്ഞേ സമ്പൂർണമാകട്ടെ. അപ്പോഴാണ് നമ്മൾ പറയുന്നു, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ആമേൻ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായാണെന്നൊന്ന് വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. നമ്മളിലുണ്ട്. നമുക്കിരിക്കാം. പലപ്പോഴും നമുക്കിനി അധികം സമയമില്ല, 1 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഓടാൻ പോവുകയാണ്. ഇന്നലെ വരാത്തവരും മിനിയാന്ന് വരാത്തവരും ഇത് യൂട്യൂബിൽ കേൾക്കുക. ഇന്ന് അതിനെക്കുറിച്ച് ഇനി ആവർത്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല. എന്തെങ്കിലും ഓക്കെ. ഈ പെരുന്നാളിന് കതിനെ പൊട്ടണമായി ഈ ഒച്ചയൊക്കെ എന്ന് വിചാരിച്ചാൽ മതി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെ കതിനെ പൊട്ടാൻ വേറെ സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വിൻസെൻ്റെ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ കതിനെ പൊട്ടുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡിസ്ട്രാക്ഷൻ ആകുന്നതിന് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ചയിൽ സ്വീകരിക്കാൻ അതാണ് ഞാനിപ്പോൾ ആശ്വസിക്കുന്നത്. കതിന ഇന്ന് പെരുന്നാളാണ് നമ്മുടെ ഇല്ലേ? അതുകൊണ്ട് കതിനെ പൊട്ടണം. ഓക്കെ. കരുണയുടെ കവാടം ഇന്ന് രാവിലെ, അതായത് യൂറോപ്യൻ ടൈമിൽ ആൾറെഡി ഉച്ചയായി കഴിഞ്ഞില്ലേ? അവിടെ ഉച്ച കഴിഞ്ഞു. അവിടെ ഇന്ന് രാവിലെ പരിശുദ്ധ പിതാവ് ആ കരുണയുടെ മഹാജൂബലിയുടെ പ്രധാന കവാടം അവിടെ ഓൾറെഡി അടച്ചു കേട്ടോ. ഞാനത് പറയാൻ കാരണം ഈ 2-3 ദിവസമായിട്ട് ഒരുപാട് സന്ദേശങ്ങളും ചോദ്യങ്ങളുമാണ്. അയ്യോ, കരുണയുടെ കവാടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അപ്പോൾ അതാണ് ഈ കരുണയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. കരുണയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതിന് ഒരു സമയപരിധി ഉണ്ട് എന്നതാണ്. എന്നാൽ കരുണയ്ക്ക് ഒരു സമയപരിധി ഇല്ല. അതാണ് പരിശുദ്ധ പിതാവ് ഇന്നത്തെ രാവിലെയുള്ള സന്ദേശത്തിൽ പറഞ്ഞത്. കരുണയുടെ കവാടം അടച്ചു എന്നതുകൊണ്ട് ആരും വിഷമിക്കരുത്. കരുണ കർത്താവിൻ്റെ ഹൃദയത്തിൽ വിലാപ്പുറത്ത്
ഒഴുകിയ ആ കരുണ എപ്പോഴും തുറന്നുകൊണ്ട് തന്നെ ആയിരിക്കും, എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. നമ്മുടെ കുർബാനയിലെ ഒരു പ്രാർത്ഥന ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, ഞാനതിപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വരികയാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആ സമയത്ത് ശുശ്രൂഷകൻ ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ, സഹോദരനെ സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം രക്തം സ്വീകരിക്കാൻ തിരുസഭ നമ്മൾ ക്ഷണിക്കുന്നു. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇവിടെയൊക്കെ വളരെ മെച്യൂർഡായിട്ട്, പക്ഷെ സാധാരണ ഇങ്ങനെയല്ലേ നമ്മൾ കേൾക്കാറ്. അതിനെ ആഴമായിട്ടൊന്ന് മനസ്സിലാക്കുമ്പോഴെന്താ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. അപ്പം ഈ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് 1, വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. അതിനു മുമ്പത്തെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്. അതിനു മുമ്പത്തെ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കണ്ടോ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എത്ര നാൾ ജീവിക്കുന്ന ദൈവമാണ്? എപ്പോഴും ഇവിടുത്തെ ഒരു കോട്ടെന്താ? ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ: എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞേ: സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കരുണയുടെ കവാടം അടഞ്ഞു എന്നത് ആ കരുണയുടെ അനുഭവത്തിലേക്ക് ഈ മഹാജൂബിലി വർഷമായിട്ട് നമ്മൾക്ക് ഒരു പ്രത്യേക അനുഭവം തരുന്നതിന് വേണ്ടി ഉള്ള ഒരു വ്യവസ്ഥ ആയിരുന്നു. എന്നാൽ അത് അടഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കരുണ അടഞ്ഞിട്ടില്ല. കരുണ കർത്താവ് ഈശോ മിശിഹായുടെ വിലാപ്പുറത്ത് നിന്നൊഴുകിയ ആ കരുണയുടെ പ്രവാഹം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആയിരിക്കും. എല്ലാ നിമിഷവും എല്ലാ സമയവും എല്ലാ കാലങ്ങളിലും ആ കരുണ ഒഴുകിക്കൊണ്ട് തന്നെയായിരിക്കുന്നത്. ചിലപ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ 3 മണിക്ക് കരുണക്കൊന്ത ചെല്ലില്ലെങ്കിൽ ആകെ കരുണ പോകുന്നുള്ള മാതിരിയാണ്. അപ്പോൾ ഫസ്റ്റീനയ്ക്ക് ഒരു സന്ദേശം കിട്ടി. കർത്താവ് പറഞ്ഞു 3 മണിക്ക് കർത്താവിൻ്റെ ആ പീഠാനുഭവത്തിൻ്റെ സമയത്താണ്, ആ പീഠാനുഭവത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ. അത് കരുണയെക്കുറിച്ചുള്ള വലിയ ഒരു അറിവാണ് നമുക്കതിൽ നിന്നുണ്ടാകേണ്ടത്. കരുണ ചുമ്മാ ഒഴുകല്ല ചെയ്തത്. കരുണ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതാണ് കരുണയുടെ പ്രത്യേകത. കരുണ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി ആരോ അതിന് വലിയ വില കൊടുത്തുവിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കരുണ നമുക്ക് സൗജന്യമായിട്ട്, ഗ്രാറ്റിസ് എന്ന വാക്കിൽ നിന്നാണ് ഗ്രേസ്, കൃപ. അവിടുത്തെ കൃപയും കരുണയും. കൃപ എന്നത് എന്താണെന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വിവരിച്ചുവെങ്കിലും ഒന്നുകൂടി പറയുകയാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു സ്ഥായി ഘടകം, കൃപ. എന്താണ് കൃപ? കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ഇതൊരു എക്സർസൈസ് എടുക്കാൻ പോവുകയാണ് നമ്മൾ രാവിലെ തന്നെ. ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച്, ഈ വലതുകരം ദൈവീകതയാണെന്ന് വിശ്വസിക്കുക. വലതുകരം. ഇടതുകരം മാനുഷികതയാണ്. ഓക്കെ, ഇനി എല്ലാവരും ഇത് കണ്ടോ, ദൈവീകത, അതായത് ദൈവീക ജീവൻ. കമോൺ എവരിബഡി. ദൈവീക ജീവൻ നമ്മുടെ മാനുഷിക ജീവനിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. വിടരുത്, കൈവിടരുത്. കണ്ടോ, ഇവിടെ തന്നെ ഈ 4 അങ്കുലികൾ
അല്ലെങ്കിൽ ഈ അങ്കുലികൾ വ്യക്തമാക്കുന്നത് ദർ ആർ ഡിഫറെന്റ്, ഇതിന് വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്. ആ കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ മുഴുവൻ ദൈവിക ജീവനും മാനുഷികതയിൽ ലയിച്ച് ഈ മാനുഷികതയെ രൂപാന്തരപ്പെടുത്തി ദൈവീകരിക്കുന്നു. ഇപ്പൊ ഈ മനുഷ്യനാരായി മാറി? ദൈവമായി മാറും. വിടല്ലേ കുറച്ചു നേരം അങ്ങ് പിടിച്ചിരിക്കും. മനസ്സിലായി? ഇനി മറക്കോ അത്? എന്താണ് ക്രിസ്തീയത? ഒന്നുകൂടി, ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിച്ച് ഈ മാനുഷികതയെ ദൈവീകരിച്ച് ദൈവമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ദൈവമക്കൾ. നമ്മൾ ആരാണിപ്പോൾ? ദൈവമക്കൾ. ഇത് മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഏറ്റവും ശക്തമായി വിശുദ്ധ കുർബാനയിലൂടെ. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം. കണ്ടോ, കൃപ. നമ്മളുടെ കുർബാനയിൽ പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് കൃപയെക്കുറിച്ച്. അപ്പൊ ഈ കൃപയിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന ആ ദൈവിക ജീവന്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന മറ്റൊരു വലിയ രഹസ്യമാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തെക്കുറിച്ച് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് ജ്ഞാനസ്നാനം നൽകിയിരിക്കുന്നത്. നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ജ്ഞാനസ്നാനം. കർത്താവിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വർഷം മുഴുവനും കേട്ടത്. കരുണ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന ഏറ്റവും വലിയ സദ്വാർത്തയാണ് ആ കരുണ. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതും ഇപ്പോഴും ഒരുപക്ഷെ നമ്മളിൽ മാറാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ശിക്ഷിക്കുന്ന ഒരു സ്വഭാവം, ശിക്ഷിക്കുന്ന ദൈവം. ഇപ്പോഴും നമ്മൾ ഭയത്തിലാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇത് കരുണയുടെ ഓപ്പോസിറ്റ് അവസ്ഥയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പല വിദഗ്ധരും ദൈവശാസ്ത്രജ്ഞന്മാരും കണക്ക് കൂട്ടി ഒരു കോൺകോഡൻസിലൊക്കെ നമുക്ക് കാണാം. 365 പ്രാവശ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയപ്പെടേണ്ട. എന്നാൽ എന്നോട് ക്ഷമിക്കണം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതുമാത്രമല്ല, സുവിശേഷ പ്രഘോഷകരും നമ്മളെ കുറച്ചൊക്കെ ഒന്ന് ഭയപ്പെടുത്തിയാലേ കുമ്പസാരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. അതെന്തോ നമ്മളുടെ ഒരു കൾച്ചറാണ്. നമ്മളെ ഒന്നും ഭയപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ കുമ്പസാരം ശരിയാവില്ല എന്നുള്ള മാതിരിയാണ്. എന്നാൽ കുമ്പസാരം എന്നത് കരുണയുടെ പ്രവാഹമാണ്. എല്ലാ കൂദാശകളും കൃപയുടെ, എന്താ കൂദാശ എന്നുള്ളതിൻ്റെ നിർവചനം? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ, കൃപയുടെ അടയാളം. അപ്പോൾ കുമ്പസാരത്തിൽ എന്താ സംഭവിക്കുന്നത്? കുമ്പസാരത്തിൽ ഇപ്പൊ ഈ ഗ്ലാസ്സിൽ ഇവിടെ പകുതി വെള്ളമുള്ളൂ. ഇപ്പോൾ കുമ്പസാരിക്കുന്ന സമയത്ത് ആ ദൈവത്തിൻ്റെ കൃപ ആ ആത്മാവിലേക്ക് ഒഴുകി 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 അത് നിറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലുള്ള പാപം മുഴുവനും പുറത്തു പോകുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃപ കിട്ടാൻ വേണ്ടി പാപം ചെയ്യണം എന്നല്ല എന്ന് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വലിയ രഹസ്യം ഇതാണ്. കരുണയിലൂടെയാണ് കൃപയും
ദൈവസ്നേഹവും നമ്മിലേക്ക് ഒഴുകി. ആ ദൈവത്തിൻ്റെ വാത്സല്യമാണ്. കാണാതെ പോയ ആടിനെ തോളിലേറ്റിക്കൊണ്ടുവരുന്ന ചിത്രമാണല്ലോ കരുണയുടെ ഏറ്റവും വലിയ ഒരു ലോഗോ ഈ വർഷത്തെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാമെങ്കിലും നമ്മുടെ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ഇതെവിടെ പോയി മറയണമെന്ന് അറിഞ്ഞൂടാ. സ്വന്തം കാര്യത്തിൽ അതൊക്കെ അങ്ങനെയൊക്കെ പറയും, എന്നാലും എന്നെ ഇത്രയും പാപിയായ ഞാൻ സ്വർഗത്തിൽ കയറുമോ? ഇത്രയും പാപിയായ എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ കയറുമോ? ഇത്രയും പാപിയായ എൻ്റെ അപ്പാപ്പൻ സ്വർഗത്തിൽ കയറുമോ? ഇത്രയും പാപിയായ എൻ്റെ ഭാര്യ സ്വർഗത്തിൽ കയറുമോ? ഇത്രയും പാപിയായ എൻ്റെ മോൻ, എൻ്റെ ബ്രദറെ, അവൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയേക്കണം. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പേടി, ഇവൻ സ്വർഗത്തിൽ കയറുമോ? ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണെന്നല്ല വിചാരിക്കേണ്ടത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ് ന്യൂസ്? വാട്ട് ഈസ് ദ മീനിങ്? വേർഡ് മീനിങ് തന്നെ എന്താ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുത്തുന്ന ഒരു ന്യൂസ് അല്ല, ഇല്ലേ? ആണോ അല്ലയോ? ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുരാജന്റെ തിരുനാൾ എന്താണ് ഇദ്ദേഹം രാജാവ് എന്ന് പറയുന്നത്? എവിടുത്തെ രാജാവാ? പേടിപ്പിക്കുന്ന ഒരു രാജാവാണോ? കുറച്ച് ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് ഈ യുഗാന്ത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ക്രിസ്തു രാജകീയ മഹത്വത്തോടെ വീണ്ടും വരുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല. സഭ പൂർണ്ണമായ സഭ മുഴുവനും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറഞ്ഞ് അവിടുത്തെ കാരുണ്യം, അവിടുത്തെ നീതി, തൻ്റെ സൃഷ്ടി ചെയ്ത സകല അനീതിയെയും കീഴടക്കി കഴിയും അപ്പോഴേക്കുന്നതാണ്. ക്രിസ്തുരാജൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത് ആഘോഷിക്കുമ്പോൾ ആ വരവ് പൂർണ്ണമായി വിശ്വസിക്കണം. ക്രിസ്തു രാജാവായി വരുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും എന്നുകൂടി മനസ്സിലാക്കണം. അതാണ് ആരും മനസ്സിലാകാത്തൊരു ഘടകം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ചുമ്മാ ബൈബിൾ മുഴുവനും സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹ പ്രഘോഷിക്കുകയും കർത്താവ് ഈശോ മിശിഹായിലൂടെ പൂർത്തിയാക്കപ്പെടുകയും വെറുതെ പൂർത്തിയാക്കപ്പെട്ടതല്ല, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്, തൻ്റെ ആത്മാവും രക്തവും നൽകിക്കൊണ്ട് പൂർത്തിയാക്കിയ ആ സുവിശേഷം, അതാണ് സുവിശേഷം. ബൈബിൾ മുഴുവനും സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായ കുറെ ശബ്ദമല്ല. തൻ്റെ ചങ്ക് പൊട്ടി രക്തം ഒഴുക്കി മനുഷ്യരെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത ആ വിശേഷമാണത്. അത് വെറും വാക്കുകളല്ല, അത് ദൈവത്തിൻ്റെ ജീവനാണ്. ജീവനുള്ള ഈ വചനം എന്ന് പറയുന്നത് ജീവനാണ്. ആ ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യന്റെ ജീവനിലേക്ക് കലർത്തിയിരിക്കുന്നു. ഇനി ആ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവന് നൽകിയിരിക്കുന്നു. അതാണ് സുവിശേഷം. അത് നടക്കാനിരിക്കുന്ന ഒരു കാര്യമല്ല, അത് പൂർത്തിയായി കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാൽ അത് മനുഷ്യരിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരിൽ അത് പടിപടിയായിട്ട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും ഈ സുവിശേഷം അനുഭവിക്കും. ലോകം മുഴുവനും ഈ സുവിശേഷം, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ്, പഞ്ചാബി, പാഴ്സി, ബുദ്ധിസ്റ്റ്, IS ഇവരെല്ലാവരും കാലത്തിന്റെ തികവിൽ ഈ യേശുവിൻ്റെ പാപമോചനത്തിന്റെ സുവിശേഷം അനുഭവിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ, ഇല്ലേ? അത് വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി.
അത് വിശ്വസിക്കാൻ ശ്രമിച്ച് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഒരു സംഭവം കൂടി, ഒരു കാര്യം കൂടി പറയാം. എന്താണ് ഈശോ തൻ്റെ ചങ്കിൽ നിന്ന് ഒഴുക്കി തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഈശോ ഈ കരുണ ഒഴുക്കിയത്? ആരുടെ പാപത്തിനാണ് ഒഴുക്കിയത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആദവും ഹവ്വയും ചെയ്ത പാപമാണ് യേശു ഏറ്റെടുത്തത്. ലോകം മുഴുവനും പാപത്തിൽ നിറഞ്ഞത് എന്തുകൊണ്ട്? ആദവും ഹവ്വയും പാപം ചെയ്തതിലൂടെയാണ്. ആ ആദവും ഹവ്വയും ചെയ്ത പാപത്തിന്റെ പരിണത ഫലമാണ് ലോകം മുഴുവനിലുമുള്ള പാപം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടി. ഈ ഭൂലോക പാപം മുഴുവനും കർത്താവ് ഈശോ മിശിഹ ഏറ്റെടുത്തുവോ? 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 പ്ലീസ് ആൻസർ മീ. ഏറ്റെടുത്തുവോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഏറ്റെടുത്തുവോ? ഭയങ്കര ഒരു സമാധാനം എൻ്റെ അകത്തോടെ ഉണ്ട് കേട്ടോ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനെ. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ. പക്ഷെ അതിങ്ങനെ ഒരു മന്ത്രമാതിരി ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. പിന്നെ ഈ IS-കാരനൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളൂ? ഈ ഭയങ്കര പാപം ചെയ്ത് കള്ളും കുടിച്ച് തല്ലും പിടിച്ച് നടക്കണവനൊക്കെ സ്വർഗത്തിൽ കയറുമെന്നാണോ വിചാരിക്കണേ? എന്നായിരിക്കും നമ്മളുടെ വിശ്വാസമെങ്കിൽ അതല്ല കരുണ. അത് കരുണയല്ല. ഇവിടെയാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. യേശു ക്രിസ്തു ആദി മാതാപിതാക്കളുടെ പാപവും അതിനെ തുടർന്ന് ആ പാപത്തിന്റെ പരിണത ഫലങ്ങൾ ആയി പ്രപഞ്ചത്തിൽ നിറഞ്ഞ സകല തിന്മയ്ക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. എങ്കിലും അതിൻ്റെ പ്രസരണം, അതിനാണ് എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത്. എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഒരു പുതിയ നിയമം വരികയാണ്, എല്ലാവർക്കും പെട്രോൾ ഫ്രീ ആയിട്ട് തരാം, ഗ്യാസ് ഫ്രീ ആയിട്ട് അടിക്കാം. പക്ഷേ എവിടെ പോകണം ഗ്യാസ് കിട്ടണമെങ്കിൽ അതിനൊരു എക്കോണമി ഉണ്ട്. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ഒരു പോയിന്റിൽ പോയി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ആ കാർഡ് കാണിച്ചു കൊടുത്താൽ മതി, നിങ്ങളുടെ കാറിൽ ഗ്യാസ് അടിക്കും. എല്ലാവരും അപ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ പോകുന്നു, കാർഡ് കാണിച്ചു കൊടുക്കുന്നു, ഗ്യാസ് കിട്ടുന്നു. എക്കോണമി. ഇങ്ങനെ ഒരു വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ റേഷൻ കാർഡ്, എല്ലാവർക്കും 1 കിലോ പഞ്ചസാരയും 10 കിലോ അരിയും എല്ലാ മാസവും ഫ്രീ. പക്ഷെ എന്ത് ചെയ്യണം? റേഷൻ കടയിൽ പോകണം, കാർഡ് കാണിച്ചു കൊടുക്കണം, റേഷൻ കിട്ടും. ഇതിനാണ് എക്കോണമി ഓഫ് റേഷനിങ്. എന്ന പോലെ സാൽവേഷന്റെ എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ഈ കർത്താവ് ഈശോ മിശിഹ നേടിത്തന്ന ആ കൃപാവരത്തെ മനുഷ്യരിലേക്ക് ഒഴുക്കുന്ന സംവിധാനമാണത്. ആ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാന ഒന്നാണ് വിശ്വാസം. വിശ്വസിക്കുന്നവന് ലഭിക്കുന്നു. ഇനി അതിൻ്റെ നിരവധി സംവിധാനങ്ങളുണ്ട്. വിശ്വസിക്കുക മാത്രമല്ല, സ്നാനം സ്വീകരിക്കുക, സ്ഥൈര്യലേപനം സ്വീകരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ഇതെല്ലാം അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് മെത്തേഡുകളാണ്. എന്നാൽ ഇതൊന്നും സ്വീകരിക്കാൻ പറ്റാത്തവനും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവനും അവന്റെയും പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തോ? ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പ്ലീസ്. ഏറ്റെടുത്തിട്ടുണ്ടോ? ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ അറിയില്ല. അപ്പൊ അവൻ എങ്ങനെ രക്ഷപ്പെടും? അവിടെയും ഒരു വ്യവസ്ഥിതിയുണ്ട്. എന്താണ് അവിടുത്തെ വ്യവസ്ഥിതി? വിശ്വാസികളായ നമ്മളിലൂടെയാണത്. അതാണ് ഈശോ ഒരു ഭവനത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവരൊരുപാട് ദൂരെ നിന്ന് ഇവനെ തണ്ടക്കിട്ട് തോളിൽ തൂക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഒരുപാട് ദൂരം നടന്ന് എങ്ങനെയെങ്കിലും ഇവനൊന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ മതി, ഇവൻ രക്ഷപ്പെടുത്തണം. ചെന്നപ്പോൾ എന്താണ്,
ആ വീടിന് ചുറ്റും വലിയൊരു ജനാവലി, അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും പറ്റണില്ല. ഒരു സാധാരണ അവസ്ഥയിൽ വേണമെങ്കിൽ അവർ ചിന്തിക്കാം, എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ ചിന്തിച്ചില്ല. അവർ കൂടുതൽ അവർ തീഷ്ണത. ഇവിടെ ഇത്രയും വലിയ ജനം, ഇനി എന്ത് ചെയ്യും? നമുക്കൊരു പടിയ, നമുക്ക് ഈ കൂര മുകളിൽ പോയിട്ട് ഈ കൂര പൊളിച്ച് ആയാലും ഇവനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലണം. ഇതിനെയെല്ലാം സഭാപിതാക്കന്മാര് വർണ്ണിക്കുന്നത് ഒരു വ്യക്തിയല്ല, ആ തളർന്ന അവസ്ഥ എന്നത് ഈ ലോകം മുഴുവനിലുമുള്ള ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധിക്കാതെ തളർന്ന മനുഷ്യ പ്രകൃതിയുടെ ഒരടയാളമായിട്ടാണ്. പാകിസ്ഥാനാകാം, ചൈനയാകാം, ഇന്ത്യയിൽ തന്നെയുള്ള നിരവധി ആളുകളാകാം, ഇവരെല്ലാവരുടെയും പ്രതീകമാണ് ആ തളർന്ന മനുഷ്യൻ. എന്നാൽ അവനെ തോളിലേറ്റിക്കൊണ്ടുപോകുന്ന 4 പേര് സഭാപിതാക്കന്മാർ പറയുന്നത് അവരാദ്യത്തെ 4 അപ്പസ്തോലന്മാരാണ്. അഥവാ വിശ്വാസം സ്വീകരിച്ചവർ, നമ്മളാകുന്ന വിശ്വാസികൾ. ഈ കൂര പൊളിച്ച് കർത്താവ് നോക്കുമ്പോൾ മുകളിൽ നിന്ന് എന്തൊക്കെ താഴെ വീഴുന്നത്, എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? 4 പേരിങ്ങനെ നിൽക്കുകയാണ്. അവരൊരു കയറിൽ കെട്ടി ഇവനെ താഴോട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അവരിറങ്ങിയിട്ടില്ല, അവരവിടെ നിൽക്കണം. ആകെ കാണുന്നത് ഇവിടെ ഈ ബൾബുകൾ കാണുന്നില്ല, ഇപ്പോൾ ഈ ലൈറ്റ് കാണുന്ന മാതിരി അവരുടെ കണ്ണുകൾ ഇതുപോലെ തുടിച്ച് പ്രകാശം കൊണ്ട് നിൽക്കുന്ന 8 ലൈറ്റുകൾ.